ഗൾഫ് രാജ്യങ്ങളായ കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ശനിയാഴ്ചയും ഇറാന്റെ ആക്രമണം നടന്നു. ഇറാനെതിരെയുള്ള അമേരിക്കൻ വ്യോമാക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്ന് സംശയിക്കുന്നത്. ഇതനുസരിച്ച് കുവൈത്തിലേക്ക് ഇറാന്റെ 7 മിസൈലുകളും ബഹ്റൈനിലേക്ക് 3 മിസൈലുകളും നിരവധി ഡ്രോണുകളും എത്തി. അതേസമയം തന്നെ ഇറാന്റെ തിരിച്ചടി പ്രതിരോധിച്ചെന്ന് അമേരിക്ക വ്യക്തമാക്കി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കുവൈറ്റിലും ബഹ്റൈനിലും ശനിയാഴ്ച പുലർച്ചെ വൻ സ്ഫോടന ശബ്ദങ്ങളാണ് കേട്ടത്. ഇരു രാജ്യങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇതോടെ ഗൾഫ് മേഖലയിലാകെ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി വിവിധ രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലേക്ക് ഇറാന്റെ 7 മിസൈലുകളും ബഹ്റൈനിലേക്ക് 3 മിസൈലുകളും എത്തി. കൂടാതെ ബഹ്റൈനിലേക്ക് നിരവധി ഡ്രോണുകളും കൂട്ടത്തോടെ എത്തിയെന്ന് ബഹ്റൈൻ മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ ആക്രമണങ്ങളും സേനകൾ പ്രതിരോധിച്ചു. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമുള്ള വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടു. രാജ്യത്തിന് നേരെ വന്ന മിസൈലുകളെയും ഡ്രോൺ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചെന്ന് കുവൈറ്റ് മിലിറ്ററി ഔദ്യോഗികമായി അറിയിച്ചു. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലാണ് പുലർച്ചെയോടെ സ്ഫോടന ശബ്ദങ്ങളും ആകാശത്ത് വെച്ച് മിസൈലുകൾ തകർക്കുന്നതിന്റെ ശബ്ദങ്ങളും ഉയർന്നത്. നഗരത്തിലുടനീളം എയർ റെയ്ഡ് മുന്നറിയിപ്പ് സൈറണുകൾ ഉച്ചത്തിൽ മുഴങ്ങി. ഇറാനെതിരെയുള്ള US ആക്രമണത്തിന് പിന്നാലെ ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടിയാണ് ഇതെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കുവൈറ്റിലെയും ബഹ്റൈനിലെയും സുരക്ഷാ വിഭാഗങ്ങൾ അറിയിച്ചു. അതേസമയം തുടർച്ചയായ ഈ ആക്രമണങ്ങളെ മറ്റു GCC രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.